പാമ്പുകടിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 50,000 ആളുകളെങ്കിലും ഒരു വർഷം പാമ്പുകടിയേറ്റ് ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. ഇത് പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാമ്പുകടിയേൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക എന്നതും ശാസ്ത്രീയമായ ചികിത്സ കൃത്യസമയത്ത് സ്വീകരിക്കുക എന്നതും പ്രധാനമാണ്. ഇന്ത്യയിൽ ധാരാളം പാമ്പുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൽ കുറച്ചെണ്ണത്തിന് മാത്രമേ വിഷമുള്ളൂ. ഇന്ത്യയിൽ പ്രധാനമായും വിഷമുള്ള 4 തരം പാമ്പുകളുടെ കടിയേറ്റാണ് കൂടുതലും മരണം സംഭവിക്കുന്നത്. ഈ പാമ്പുകളെ ബിഗ് 4 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൂർഖൻ, ശംഖുവരയൻ, അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ, ചുരട്ടമണ്ഡലി എന്നിവയാണ് ബിഗ് 4. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം തവിട്ട്, മുഴുമൂക്കൻ, കുഴുമണ്ഡലി എന്ന പാമ്പിന്റെ കടിയേറ്റും പലരും ഗുരുതരാവസ്ഥയിലാകുന്നുണ്ട് എന്നതാണ്. പാമ്പിൻ വിഷം ശരീരത്തിലെത്തിയാൽ പലതരം പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും സങ്കീർണ മിശ്രിതമാണ് പാമ്പിന്റെ വിഷം. പാമ്പിന്റെ കണ്ണിന് പിന്നിലായുള്ള ഗ്രന്ഥിയിലാണ് വിഷം സംഭരിച്ചിട്ടുള്ളത്. ഇതിനു ചുറ്റും കമ്പൽസർ മസിലുകളുമുണ്ട്. ഇതിൽ നിന്ന് വിഷപ്പല്ലുകളിലേക്ക് വിഷം എത്താൻ നാളികളുമുണ്ട്. കടിക്കുന്ന നേരത്ത് വിഷം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടുന്നു. കടിച്ച പാമ്പിനനുസരിച്ച് വിഷം പ്രധാനമായും 2 തരത്തിലാണ് ശരീരത്തെ ബാധിക്കുക. ചില പാമ്പുകളുടെ വിഷം രക്തത്തെയാണ് ബാധിക്കുന്നത്. ഇതിനെ ഹീമോടോക്സി എന്ന് പറയുന്നു. രണ്ടാമത്തേത് നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് ന്യൂറോടോക്സി എന്നറിയപ്പെടുന്നു. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം രക്തത്തെയാണ് ബാധിക്കുന്നത്. അണലി വിഷത്തിലെ ചില പ്രത്യേക പ്രോട്ടീനുകൾ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നത് തടയും. ഇതിന്റെ ഫലമായി രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂർഖൻ, ശംഖുവരയൻ എന്നിവയുടെ വിഷം നാഡികളെയാണ് ബാധിക്കുന്നത്. ശരീരത്തിലെ നാഡികൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് നേർത്ത വിടവുകളുണ്ട്. സിനാപ്സ എന്നാണ് ഇതിനെ പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നവയാണ് സിനാപ്സ്. എന്നാൽ വിഷം ബാധിക്കുന്നതോടെ ഈ പ്രവർത്തനം തകരാറിലാകും. ഇതിന്റെ ഫലമായി ശ്വാസതടസ്സം, നടക്കാൻ പ്രയാസം, കാഴ്ച തകരാർ എന്നിവ ഉണ്ടാകുന്നു. ഇനി പാമ്പ് കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഉടൻ സംഭവ സ്ഥലത്തു നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയും ആ വ്യക്തിക്ക് മനോധൈര്യം നൽകുകയും വേണം. നിങ്ങൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ സ്വയം സുരക്ഷിതമായ അകലത്തിലേക്ക് മാറാൻ ശ്രമിക്കണം. സഹായത്തിനായി ആരെയെങ്കിലും വിളിക്കുക. പാമ്പ് കടിയേറ്റാൽ ഏതൊരാളും ഭയപ്പെടും എന്നത് സ്വാഭാവികമാണ്. കഴിവതും ഭയത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ഭയപ്പെടുന്നതും ഓടാൻ ശ്രമിക്കുന്നതുമൊക്കെ ഹൃദയമിടിപ്പും രക്തയോട്ടവും വർദ്ധിപ്പിക്കും. അതുമൂലം വിഷം അതിവേഗം ശരീരത്തിൽ പടരും. വിശ്രമിക്കുന്നതിനോടൊപ്പം കടിയേറ്റ ശരീരഭാഗം അനങ്ങാതെ നോക്കണം. ചലിപ്പിക്കാതിരിക്കാനായി പാമ്പു കടിയേറ്റ ശരീരഭാഗത്ത് ചെറിയ മരകഷ്ണമോ സ്പ്ലിൻഡറോ വെച്ചുകെട്ടി സപ്പോർട്ട് ചെയ്യാം. കടിയേറ്റ ഭാഗത്ത് ഒരു വിരൽ കടത്താവുന്നത്ര അയവിൽ ബാൻഡേജ് വെച്ചുകെട്ടുക. ഇങ്ങനെ കെട്ടുന്നതിന്റെ ഉദ്ദേശം രക്തയോട്ടം തടസ്സപ്പെടുത്തുക എന്നതല്ലെന്ന് മനസ്സിലാക്കുക. പാമ്പ് കടിയേറ്റ ശരീരഭാഗത്തുള്ള ആഭരണങ്ങളും വസ്ത്രവും നീക്കം ചെയ്യുക. കാരണം പാമ്പ് കടിയേറ്റ ഭാഗം നീര് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഇറുകുന്ന രീതിയിലുള്ള ആഭരണങ്ങളും മറ്റുമുണ്ടെങ്കിൽ അത് അപകടകരമായി മാറാം. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഒട്ടും താമസിക്കാതെ പാമ്പ് കടിക്ക് ചികിത്സ നൽകാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക. പാമ്പ് കടിയേറ്റത്തിനു ശേഷം ആ വ്യക്തിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും അയാളുടെ അവസ്ഥയെക്കുറിച്ചും ഡോക്ടർക്ക് പൂർണ്ണമായ വിവരം നൽകുക. ഇനി എന്താണ് ആന്റി സ്നേക്ക് വെനം? പാമ്പിൻ വിഷം ശരീരത്തിലെത്തിയാലുള്ള പ്രധാന ചികിത്സ ആന്റി സ്നേക്ക് വെനം നൽകലാണ്. പാമ്പിന് വിഷത്തെ നിർവീര്യമാക്കാനുള്ള മറുമരുന്നാണിത്. ശരീരത്തിൽ വിഷാംശമുണ്ടോ എന്ന് അറിയുന്നതിനും ASV നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനും രക്തപരിശോധന നടത്തും. ശരീരത്തിൽ നിന്നു ശേഖരിച്ച രക്തം ടെസ്റ്റ് ട്യൂബിൽ വെച്ച് അത് കട്ട പിടിക്കുന്നത് 20 മിനിറ്റ് നിരീക്ഷിക്കും. കട്ട പിടിക്കുന്നില്ലെങ്കിൽ അപകട സൂചനയാണിത്. കടിയേറ്റ വ്യക്തിയിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയും വൃക്കകളുടെ പ്രവർത്തനം വിലയിരുത്താനായി രക്തപരിശോധന നടത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് മറ്റേതെങ്കിലും അസുഖമുണ്ടോ എന്നറിയാനും രക്തപരിശോധന ആവശ്യമായി വരും. ഇന്ത്യയിൽ ലഭ്യമായ വിഷപ്രതിരോധ ചികിത്സ മൂർഖൻ, ശംഖുവരയൻ, അണലി, ചുരട്ടമണ്ഡലി എന്നീ വിഷപ്പാമ്പുകളുടെ വിഷത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. ഇതിന്റെ പോളിവാന്റ് ആന്റി സ്നേക്ക് വെനം എന്നും പറയും. Big 20 Shopping Festival coming soon.